രേഖ ഇതുവരേക്ക് മുന്നേ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ലാത്തത് കൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ ഭയങ്കര ആഗ്രഹം. അത് എൻ്റെ ഹോസ്റ്റലിൽ തന്നെ. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, വന്നോ എന്ന് ഒറ്റ മൈൻഡിൽ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഓൺ ടൈമിൽ ഞാൻ എത്തി. 7:40 പോയി രേഖനെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ നേരെ തൃപ്രയാർക്ക് തിരിച്ചു കേട്ടോ. മെയിനായിട്ട് വൈമോളിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ കയറണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വൈമോളിലെത്തി. അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 9:30 ക്ലോസ് ചെയ്യുന്നുള്ളതിൽ നമ്മൾ പെട്ടെന്ന് ഓടിയതാണ് കേട്ടോ. 10 മണി വരെ ആയിരുന്നു ടൈമിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി വാരിക്കൂട്ടി കേട്ടോ. ആ വലിയൊരു ചാക്ക് പോലെ ഇരിക്കുന്ന സാധനം മൊത്തം എനിക്കുള്ളതാണ്. രേഖയ്ക്ക് 2 ജീൻസ് ടൈൽ ചെയ്ത് നോക്കിയിട്ട് അതും സെറ്റായില്ല. അങ്ങനെ പർപ്പിളിൻ്റെ സ്റ്റോറിൽ വന്നപ്പോൾ പർപ്പിൾ അടച്ചു. അങ്ങനെ പിന്നെ അവിടെ നിന്നുള്ള ചായക്കടയൊക്കെ ഒരു ചായ കുടിക്കാന്ന് അങ്ങ് വിചാരിച്ചു കേട്ടോ. ചായ ഒരു ഓക്കെ ആയിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. ലുലുവിൻ്റെ എക്സ്പ്രസ് പോയി നമ്മൾ ബീഫും ബിരിയാണിയും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ ഒരു 10-10:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിയിൽ കുറേ പള്ളിപ്പെരുന്നാളിൽ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പള്ളി നമ്മൾ ഇതുവരേക്കും പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ ഏതൊക്കെയോ കറങ്ങിയ കുറെ വഴിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലെത്തി. രേഖ വന്നതിനൊരു 1 ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ ബൈ.